മോഹം ഫലിച്ചു. ഒരിക്കൽ ഒരു രാജ്യത്ത് മഹാക്രൂരനായ ഒരു രാജാവുണ്ടായിരുന്നു. ജനങ്ങൾക്കാർക്കും രാജാവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാട്ടിലാകെ ഒരു വാർത്ത പരന്നു. കടൽ തീരത്ത് വലിയൊരു സ്വർണ്ണക്കുടം വന്നടിഞ്ഞിരിക്കുന്നു. ഏതോ നിധിയാവണം. കേട്ടവർ കടപ്പുറത്ത് തടിച്ചുകൂടാൻ തുടങ്ങി. വാർത്ത രാജാവിന്റെ ചെവിയിലും എത്താൻ താമസം ഉണ്ടായില്ല. അദ്ദേഹവും കടൽ തീരത്ത് പാഞ്ഞെത്തി. ഹായ്, അതാ കിടക്കുന്നു സ്വർണ്ണക്കുടം. നിറയെ സ്വർണ്ണ നാണയമാവണം. അത് സ്വന്തമാക്കിയിട്ട് തന്നെ വേറെ കാര്യം, രാജാവ് വിചാരിച്ചു. എന്നിട്ട് ഗമയിൽ പാത്രം കയ്യിലെടുത്ത് തുറന്നു. പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് പുകച്ചുരുളുകൾ പുറത്തെത്തി. രാജാവ് ഞെട്ടി തലയുയർത്തി നോക്കി. അതാ പുകച്ചുരുളുകൾക്കിടയിൽ ഒരു ഭീകരൻ ഭൂതം. ഭൂതം പറഞ്ഞു, എന്നെ ഒരു മന്ത്രവാദി തടവിലാക്കിയതാ. എത്ര നാളായി ഞാൻ ഈ കുടത്തിൽ കിടക്കുന്നു. എനിക്കൊരു പ്രതിജ്ഞയുണ്ട്. എന്നെ മോചിപ്പിക്കുന്നയാൾക്ക് എന്തെങ്കിലും ഒരാഗ്രഹം സാധിച്ചു കൊടുക്കും. പറയൂ, നിന്റെ ആഗ്രഹം എന്താണ്? രാജാവ് ഭൂതത്തെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഒരിക്കലും നാശമില്ലാത്ത നല്ല ഉറപ്പും ശക്തിയുമുള്ള ഒരു ശരീരമാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് വേണം ഈ ജനങ്ങളെയൊക്കെ ശരിക്കൊന്ന് വിറപ്പിക്കാൻ. രാജാവിൻ്റെ ആഗ്രഹം കേട്ട് ഭൂതം പുഞ്ചിരിയോടെ പറഞ്ഞു, ശരി, അങ്ങനെ ആവട്ടെ. ഭും! രാജാവ് ഒരു കരിങ്കൽ പ്രതിമയായി മാറി. ജനങ്ങൾ ഒന്നാകെ വായും പൊളിച്ചു നിന്നു. അപ്പോൾ ഭൂതം പറഞ്ഞു, രാജാവിൻ്റെ മോഹം സാധിച്ചില്ലേ? ഇത്രയും ശക്തിയും ഉറപ്പുമുള്ള ശരീരം വേറെ എന്താണ്?